ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അന്നാസ് വ്ലോഗ് വേഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു പപ്പായ ഫേഷ്യലാണ് കേട്ടോ. ഫേഷ്യലിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പപ്പായ എടുത്തിട്ടുണ്ട്, കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്, അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. അലോവേര അതിൽ കാണുന്നില്ല കേട്ടോ. മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് പപ്പായ കൈവച്ച് ഞെരടുക, അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ സ്ക്രബ്. പാക്ക് ഇടുന്നതിനായിട്ട് പപ്പായ, അലോവേര ജെല്ല്, കടലമാവ്, മുട്ടയുടെ മഞ്ഞ ഇത്രയും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പപ്പായ എന്ന് പറയുന്നത് നമുക്ക് മിക്കവർക്കും മുഖത്തിന് നന്നായിട്ട് എഫക്റ്റ് ആവുന്ന ഒരു ഐറ്റമാണ്. ചിലവർക്ക് ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ഓൾറെഡി ചെയ്യുക, എന്നിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ഓട്ടത്തിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ലതായിട്ട് ടാൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ടാനൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് വെളുത്തിട്ട് പാറാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. നാളെ ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയായിട്ടിരിക്കാം എന്നുള്ള ഉദ്ദേശമാണ് കേട്ടോ മെയിനായിട്ട്. അപ്പോൾ ഓൾറെഡി നിറച്ച് മുഖത്തൊക്കെ ഇങ്ങനെ മീശയൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ മീശയും ബാക്കി ഫേഷ്യൽ മറ്റേ രോമങ്ങളൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ വിട്ടുപോയി. സ്ക്രബും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കേട്ടോ. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞിട്ടാണ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. തലയിലും ഞാനൊരു ഉലുവ അരച്ച് ഇട്ടിട്ടുണ്ട്. എനിക്ക് താരൻ്റെ ഭയങ്കര ശല്യമാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ വേറെ വേറെ പാക്കുകൾ ട്രൈ ചെയ്യുന്നു അത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ ഐറ്റം. ഇത് നിങ്ങൾ നല്ലതായിട്ട് ടാനൊക്കെ അടിച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. പപ്പായ എല്ലാവർക്കും ഒരു ബ്രൈറ്റ്നസ് തരുന്ന സാധനമാണ്. അപ്പോൾ വീട്ടിൽ സമയമുള്ളവർ ചെയ്ത് നോക്കുക. ചിലപ്പോൾ എന്നെപ്പോലെ നിങ്ങളും വെളുത്തിട്ട് പാറിയാലോ. ഓക്കേ.